എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു. അതായത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അതായത് പാലക്കാട് 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അവസാനം UDF പോലും പ്രതീക്ഷിക്കാതെ, അതായത് അത്ര രീതിയിലാണ്, അതായത് 18,000-നടുത്ത് വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചത്. 2ാം സ്ഥാനത്ത് BJP, 3ാം സ്ഥാനത്ത് ഇടത് സ്വതന്ത്രനായ സരിൻ വന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പ്, പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് 2026 ഒരു 2026 കേരള അസംബ്ലി ഇലക്ഷനിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. അതായത് ഇപ്പോഴും ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും 2026 കാര്യങ്ങൾ ഉണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാട് വിജയം, അത് പാലക്കാട് ഇലക്ഷന് കുറച്ച് ദിവസം മുന്നെയാണ് സന്ദീപ് വാര്യർ, BJPയുടെ സംസ്ഥാന വക്താവും ചാനൽ ചർച്ചയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേക്കേറുന്നത്. നമുക്കറിയാം, നമ്മൾ ചെയ്തതിൻ്റെ പല മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസ് BJP വിട്ട് CPM പോകും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ പോയി. നമുക്കറിയാം, സന്ദീപ് വാര്യർ ഒരു നാടകം കളിക്കുമായിരുന്നു. അതായത് കോൺഗ്രസിലോട്ട് ചേക്കേറാൻ വേണ്ടി അദ്ദേഹം കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിച്ചു, മറ്റേ ഡി കെ ശിവകുമാറായിട്ട് സംസാരിച്ചു. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവുമായിട്ടും ഡയറക്റ്റ് സംസാരിക്കാതെ നേരിട്ട് കർണാടകവുമായി ബന്ധപ്പെട്ടാണ് സന്ദീപ് വാര്യർ ഓപ്പറേഷൻ നിയന്ത്രിച്ചിരുന്നത്. അതായത് പുറത്ത് ഇതിനു മുമ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. അതായത് കേരളത്തിൽ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സന്ദീപ് നിരന്തരം ബാംഗ്ലൂർ സന്ദർശിക്കുകയും, അതായത് ഒരു വിശ്വസനം കൂട്ടാതെയാണ് സന്ദീപിൻ്റെ ഡീലിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിലാണ് സന്ദീപ് വാര്യർ, അങ്ങനെ പല പല ഡീലുകളുണ്ട്. നമ്മൾ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. സന്ദീപ് വാര്യർ അവരായിട്ടുള്ള ഡീലുകൾ എന്തൊക്കെയാണ്, DK ശിവകുമാർ സന്ദീപിന് കൊടുത്ത ഓഫർ എന്തൊക്കെയാണെന്നുള്ള പല പല വീഡിയോകളുണ്ട്, നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്, എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആർക്കും, ശരിക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും സന്ദീപ് വാര്യരെ BJPയിലോട്ട് കൊണ്ടുവരുന്നതിന് വലിയ താല്പര്യമില്ലായിരുന്നു. അതായത് സന്ദീപിനെ ഏറ്റവും കൂടുതൽ BJPയിൽ ചാടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ലീഗായിരുന്നു. നമുക്കറിയാം, സന്ദീപ് വാര്യർ കോൺഗ്രസ് വിട്ട് BJP വിട്ട് കോൺഗ്രസിൽ പോയ ഉടനെ തന്നെ നേരെ ചെന്നത് പാണക്കാടേക്കാണ്. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അവർ പാർട്ടി അണികളെ അഭിസംബോധന ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. പക്ഷേ അതിനെല്ലാം എതിരായിട്ട് സന്ദീപ് വാര്യർ നേരെ പാണക്കാട്ടേക്കാണ് പോയത്. പാണക്കാട്ടേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് കുഞ്ഞാലി കുട്ടിയെ സുഖിപ്പിച്ച് പറയുക, പിന്നെ ശിഹാബ് തങ്ങളെ സുഖിപ്പിച്ച് പറയുക, ലീഗ് ഭയങ്കര ഇന്ത്യയിൽ എന്തോ വലിയ മതേതര പ്രസ്ഥാനമാണെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സന്ദീപ് വാര്യർ പല ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഉപമിച്ചിട്ട് സന്ദീപ് വാര്യർ പറഞ്ഞു. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് കഴിഞ്ഞിട്ട് കുറേ ട്രോളുകൾ പോലും ഉണ്ടായിരുന്നു. അതായത് സന്ദീപ് വാര്യൻ്റെ അമിതമായ ഈ ലീഗിൻ്റെ സ്നേഹം കാണുമ്പോൾ, അതായത് ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. നമുക്കറിയാം, ഈ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിജയാഘോഷത്തിൽ സന്ദീപ് വാര്യർ ലീഗിൻ്റെ കൊടി പിടിച്ചാണ്, ലീഗിൻ്റെ കൊടി വീശിയാണ് സന്ദീപ് വാര്യർ ആഘോഷിച്ചത്. സന്ദീപ് വാര്യർക്ക് ശരിക്കും കോൺഗ്രസിൻ്റെ കൊടി കൊടുത്ത് അത് വാങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. അതിന് പകരം ലീഗിൻ്റെ കൊടി പിടിച്ചാണ് അദ്ദേഹം വിജയാഘോഷം നടത്തിയത്. അത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാക്കൾക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് വരുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ വന്ന ഉടനെ തന്നെ ആദ്യം വെടിപൊട്ടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. ഉണ്ണിത്താൻ ആദ്യം പൊട്ടിച്ച വെടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപ് വാര്യർ ഇസ്ലാമിനോട് മാപ്പ് പറഞ്ഞിട്ട് വേണം കോൺഗ്രസിൽ വരാൻ വേണ്ടി. എന്തിനാണോ കോൺഗ്രസ് സന്ദീപ് വാര്യർ ഈ ഇസ്ലാമിനോട് മാപ്പ് പറയേണ്ടത്? ഇത് കോൺഗ്രസ് എന്തോ ഇസ്ലാമിൻ്റെ അടിമകളോ? അത് കോൺഗ്രസ് ഒരു ഇസ്ലാമിക് പാർട്ടിയാണോ? എന്തിനാണ് സന്ദീപ് വാര്യർ അവരോടൊക്കെ മാപ്പ് പറയേണ്ടത്? ഒരാവശ്യമില്ല. അതെന്തോ ആയിക്കോട്ടെ. അങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചത്. അതായത് അതിൽ നമുക്ക് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് വരുന്നതോടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ മുരളീധരൻ ചോദിച്ചത്, ഇവിടെ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം പ്രശ്നമുണ്ട്, പിന്നെ എന്തിനാണ് സന്ദീപ് ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുരളീധരൻ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ പല നേതാക്കന്മാർക്കും അതിൽ സന്ദീപ് വരുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ആകെയുള്ള താല്പര്യം ഉണ്ടായത് മുസ്ലിം ലീഗിനാണ്. അതായത് മുസ്ലിം ലീഗിനെ വെറുപ്പിക്കാൻ പറ്റില്ല കോൺഗ്രസിലേക്ക്. അതായത് കേരളത്തിൽ ഒരു മുസ്ലിം വോട്ടില്ലെങ്കിൽ കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും കോൺഗ്രസിന് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് കേട്ടേ പറ്റൂ. ഇപ്പോൾ 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ അവർ ഭരണം പിടിക്കും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലീഗായിരിക്കും ഇനി UDFിലെ ഏറ്റവും പ്രബലമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും. അവർ ഇനി ഭരണം കിട്ടിയാൽ തന്നെ അവർ പ്രധാനമായ പല വകുപ്പുകളും കോൺഗ്രസിന് വിട്ടു നൽകേണ്ടി വരും. അതായത് അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീഗിൻ്റെ ഒരു വോട്ടില്ലാതെ, ലീഗിൻ്റെ എന്നല്ല, ഒരു മുസ്ലിമിൻ്റെ വോട്ടില്ലാതെ കേരളത്തിൽ കോൺഗ്രസിന് ഒരു നിലനിൽപ്പില്ല. ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത് പറഞ്ഞു വരുന്നത് വെച്ചാൽ, കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിനും സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് വരുന്നതിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം, അതായത് പാലക്കാട് ഇലക്ഷന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് പാലക്കാട് BJPയുടെ തോൽവിയാണ്. അത് അവർ കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് BJPയുടെ സുരേന്ദ്രൻ്റെ
പരാജയമാണ്, കൃഷ്ണകുമാറിൻ്റെ പരാജയമാണ്. അതായത് ഇവർ സുരേന്ദ്രൻ്റെ ഒരു അപ്രമാദിത്വമാണ് പാർട്ടിയിൽ. സുരേന്ദ്രൻ BJP നശിപ്പിക്കുന്നു, സുരേന്ദ്രൻ നേതൃത്വ സ്ഥാനത്ത് മാറിയാൽ ചിലപ്പോൾ BJP കേരളത്തിൽ ക്ലച്ച് പിടിക്കും. അങ്ങനെയൊക്കെയാണ് ഇവർ ദിവസങ്ങളൊക്കെ ഇപ്പോൾ 23-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. 3 ദിവസമായിട്ട് ഇവർ ഇത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP-യിൽ പല പല കലാപങ്ങളും, അതായത് ചില ആൾക്കാർ പാലക്കാട് സ്ഥാനാർത്ഥിക്കെതിരെയൊക്കെ പറഞ്ഞ് പരസ്യമായ രംഗത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബൈറ്റുകളൊക്കെ നമുക്ക് എല്ലാ ചാനലിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ BJP-യിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, BJP-യിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന ഒരു ഡിസ്കഷനാണ് എല്ലാ ചാനലും നടക്കുന്നത്. അപ്പോൾ BJP-യിൽ ഇങ്ങനെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ആദ്യം വിളിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരാണ്. BJP-യിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സന്ദീപ് വാര്യരാണ് എല്ലാ മാധ്യമങ്ങളും വിളിക്കുന്നത്. അതായത് സന്ദീപ് വാര്യരുടെ അഭിപ്രായമാണ് അവർക്ക് അറിയേണ്ടത്. അത് എല്ലാ വിഷയത്തിലും BJP-യിൽ നടക്കുന്ന എല്ലാ വിഷയത്തിലും ഇപ്പോൾ അഭിപ്രായം പറയുന്നത് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരാണ്. കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ പറയുണ്ടായി, അത് സമ്മേളനത്തിലാണോ മീഡിയ കൊടുത്ത ബൈറ്റിലാണോ എന്നറിയില്ല. അതായത് മാരാർജി ഭവനിൽ നിന്ന് സുരേന്ദ്രനെ അടിച്ച് പുറത്താക്കി അവിടെ ചാണക വെള്ളം തളിച്ചു കഴിഞ്ഞാൽ BJP കേരളത്തിൽ രക്ഷപ്പെടും. അപ്പോൾ ഇതൊക്കെ കേട്ട് കേരളത്തിൽ അവിടെ കൂടിയിരുന്ന കുറേ സുഡാപ്പികളുണ്ട്. സുഡാപ്പികളൊക്കെ കൈയടിക്കാൻ തുടങ്ങി, എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സന്ദീപ് വാര്യർ ഈ സുഡാപ്പികളെ കൊണ്ട് കൈയടിപ്പിച്ചു. അതായത് BJP-ക്ക് ഒരു നന്മ ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് അവരെ ധരിപ്പിച്ച്, അതായത് സുഡാപ്പികളെ കൊണ്ട് കൈയടിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് BJP ഇപ്പോൾ സന്ദീപ് വാര്യർ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിൽ വന്നിട്ട്, അതായത് കോൺഗ്രസ്സിൽ നിന്ന് ഒരു BJP പ്രവർത്തകനെ പോലെ പറയുക, സംസാരിക്കുക, അതുപോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും വി ഡി സതീശൻ ശരിക്കും സന്ദീപ് വാര്യർക്ക് വാണിംഗ് കൊടുത്തു. അതായത് വി ഡി സതീശൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർക്ക് വ്യക്തമായ വാണിംഗാണ് വി ഡി സതീശൻ കൊടുത്തത്. അതായത് താൻ ഇവിടെ കിടന്ന് അധികം ആളാവണ്ട, താൻ ഈ കോൺഗ്രസ്സിൽ വന്ന് BJP കളിക്കണ്ട എന്നൊരു വാണിംഗാണ് സന്ദീപ് വാര്യർക്ക് കൊടുത്തത്. അതായത് മിണ്ടാതിരുന്നോളം, അതായത് BJP-യുടെ ആഭ്യന്തര കാര്യങ്ങൾ താനല്ല ചർച്ച ചെയ്യേണ്ടെന്നുള്ള ഒരു വാണിംഗ് ആണ് വി ഡി സതീശൻ സന്ദീപ് വാര്യർക്ക് കൊടുത്തത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു മീഡിയ സുരേന്ദ്രനെ പറ്റിയൊരു അഭിപ്രായം, ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ സ്ഥാനചലനത്തെക്കുറിച്ചും ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഇത് പറയാൻ ഞാൻ ആളല്ല എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. അതായത് അതെന്താണെന്ന് വെച്ചാൽ വി ഡി സതീശൻ കൊടുത്ത വാണിംഗ് തന്നെയാണ്. അതായത് ഇവിടെ കിടന്ന് ഷോ ഓഫ് കളിക്കണ്ട, അതായത് ഇവിടെ കിടന്ന് BJP ആവണ്ട, താൻ BJP കളിക്കണ്ട എന്നൊരു മെസ്സേജ് സന്ദീപ് വാര്യർക്ക് കൊടുത്തിരുന്നു. ശരിയാണ് അല്ലേ? അതായത് സന്ദീപ് വാര്യർ ഇപ്പോൾ BJP-കാരനല്ല, കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ മാത്രം സന്ദീപ് വാര്യർ അഭിപ്രായം പറഞ്ഞാൽ മതി, അത് BJP-യുടെ കാര്യങ്ങളല്ല പറയേണ്ടത്. അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസ് വിട്ടുവന്നതിന് ശേഷം മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്ന പല കാര്യങ്ങളും BJP എങ്ങനെ നന്നാക്കാം, സുരേന്ദ്രനെ മാറ്റൂ BJP രക്ഷിക്കൂ, കൃഷ്ണകുമാറിനെ മാറ്റൂ, കൃഷ്ണകുമാറിൻ്റെ ഭാര്യയെ മാറ്റൂ BJP രക്ഷിക്കൂ, ഇങ്ങനെ ചെയ്താൽ BJP രക്ഷപ്പെടും, അങ്ങനെ ചെയ്താൽ BJP രക്ഷപ്പെടും. ഇതാണ് സന്ദീപ് വാര്യർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നത്. അതായത് BJP എങ്ങനെ നന്നാക്കാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എടോ, താൻ ഇത് ചെയ്യേണ്ടത് പാർട്ടിയിൽ BJP പാർട്ടിയിൽ ഉണ്ടാകുമ്പോഴാണ്, അല്ലാണ്ട് കോൺഗ്രസിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ താനൊരു കോൺഗ്രസ്സുകാരനാണ്, അപ്പോൾ കോൺഗ്രസ് കാരനായി പ്രവർത്തിക്കുക എന്നാണ് വി ഡി സതീശൻ വാര്യർക്കെതിരെ ആക്രോശിച്ചത്. അതുമാത്രമല്ല, ഇനി മേലാൽ BJP-യുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത്, വാ തുറക്കരുത് എന്നൊരു വാർണിംഗും വി ഡി സതീശൻ കൊടുത്തിട്ടുണ്ട്. അതായത് കോൺഗ്രസിൽ പൊരിഞ്ഞടിയാണ്. അതായത് അറിയാലോ, ഇപ്പോൾ വാര്യർക്ക് കിട്ടുന്ന ആകെ പിന്തുണ എന്ന് വെച്ചാൽ സുധാകര പക്ഷത്തു നിന്നാണ്. അതായത് സുധാകരനെ അറിയാലോ, സുധാകരനും സതീശനും തമ്മിൽ പരസ്പരം അടിയാണ്. അപ്പോൾ നമുക്കറിയാം, സുധാകരനും സതീശനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ മൈക്കിന് വേണ്ടിയിട്ടുള്ള ടീം എടോ സതീശ എന്നൊക്കെ അഭിസംബോധന ചെയ്തൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ സുധാകരൻ മാത്രമാണ് ഇപ്പോൾ വാര്യരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു പ്രശ്നം തന്നെയാവും കോൺഗ്രസിൽ, വലിയൊരു പ്രശ്നമായിരിക്കും കോൺഗ്രസിൽ. അതായത് ഇപ്പോൾ വാര്യർ പറഞ്ഞു കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കഴിവുകൊണ്ടാണ് പാലക്കാട് മാങ്കൂട്ടത്തിന് ഇത്ര വോട്ട് കിട്ടിയത്, അതായത് ഞാൻ എൻ്റെ പാർട്ടി മാറ്റമാണ് കോൺഗ്രസിന് അനുകൂലമായത്. കഴിഞ്ഞ തവണ 3000 വോട്ടിനെയാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. ആ ഒരു അവസ്ഥയിൽ 19,000 അടുത്ത് ലീഡ് കിട്ടിയത് എൻ്റെ ഒറ്റ കാരണത്താലെന്ന രീതിയിൽ സന്ദീപ് വാര്യർ ചെറിയ പ്രചരണങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടത്തി. അതായത് ഈ ഇലക്ഷന് ശേഷം അദ്ദേഹം പല പൊസിഷൻ സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. വി ഡി സതീശൻ വ്യക്തമായി വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് താൻ ഇവിടെ കിടന്ന ആളാവുണ്ടാകുന്നില്ല ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആകെ സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ സുധാകരൻ്റെ പക്ഷത്തുനിന്നാണ്. ഇത് വരും ദിവസങ്ങളിൽ സന്ദീപിനെ ചൊല്ലി പാർട്ടിയിൽ പൊരിഞ്ഞടിയായിരിക്കും, ഉറപ്പാണ്. അത് വരും ദിവസങ്ങളിൽ മൂർച്ഛിക്കും. നമുക്ക് നോക്കാം, നമുക്ക് കാത്തിരിക്കാം. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മനസ്സിലാവും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം എത്രത്തോളം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോയിൽ കാണാം.